സാർ, ഈ നിലമ്പൂരിൽ എന്തുകൊണ്ട് LDF തോറ്റു? എന്താണ് LDFിന്റെ തോൽവിക്ക് കാരണം? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരൊറ്റ കാര്യത്തിൽ മാത്രം നമുക്ക് ഇത് വിശദീകരിക്കാൻ കഴിയും. പല കാരണങ്ങൾ കൊണ്ടാണ് തോറ്റത്. ഒന്നാമത്തേതും ഏറ്റവും പ്രബലവുമായിട്ടുള്ള കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഭരണവികാരം കൊണ്ട് അതിനെ മറയ്ക്കാൻ പരമാവധി അവർ ശ്രമിച്ചു. ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്തു. കുടിശ്ശിക തീർക്കാനുള്ള നടപടികളൊക്കെ ഭരണ വികാരമാണ് സൃഷ്ടിക്കാനുള്ള ഒരു തകർച്ചയാണ്. ആൻറ്റി ഇൻകുംബൻസി കൊണ്ട് നേരിടാൻ അവർ ശ്രമിച്ചത് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അതായത് നമ്മുടെ ആകാശ മിസൈലുകളെ പാകിസ്ഥാൻ എങ്ങനെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് ചൈനയുടേതാണ്, അതുകൊണ്ട് നേരിടാൻ എങ്ങനെ ശ്രമിച്ചത് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ പരാജയപ്പെട്ട് മൂക്കുകുത്തി വീണു. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയാണത് പറയുന്നത്, ആ ഭാഷയിൽ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വർഗീയ കാർഡ് കളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സമയങ്ങളിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം അവരെ വല്ലാതെ ബാധിച്ചു. RSSുമായിട്ട് സംഘികളെന്ന് പറഞ്ഞാൽ ചാണകമെന്നൊക്കെയാണ് ആ ഭാഗത്തുള്ളവർ കരുതി വെച്ചിരിക്കുന്നതും ധരിച്ചു വെച്ചിരിക്കുന്നതും അവരെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതും വിദ്യാഭ്യാസം ചെയ്തു വെച്ചിരിക്കുന്നതും. RSS എന്തോ ഒരു വലിയ ഒരു ദ്രോഹ സംഘടനയാണ്. പറശ്ശിനിക്കടവിലെ ആ ക്ഷേത്രം ഭരിക്കുന്നത് CPM എന്ന സംഘടനയാണ്. ആ സംഘടനയിലെ ആൾക്കാർ പോലും BJP എന്ന് പറഞ്ഞാൽ വലിയൊരു ഭീഷണിയാണ്, അൽ-ഖ്വയ്ദയേക്കാളും ലഷ്കർ ഈ തൊയ്ബയേക്കാളും ഒക്കെ വലിയൊരു ഭീഷണിയാണെന്നുള്ള മട്ടിലാണ് അവിടെയൊക്കെ പാഠങ്ങൾ പറയുന്നത്. ആ ഭാഗത്ത് പോയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു നമ്മുടെ പൊതുശത്രുവാണെന്നുള്ളൊരു ധാരണ മലബാറിലെല്ലായിടത്തും ഉള്ള ഒരു പൊതുവികാരമാണ്. അപ്പോൾ അങ്ങനൊരു ശത്രുത സൃഷ്ടിച്ച് അതിൻ്റെ ഒരു രാഷ്ട്രീയ മറയുണ്ടാക്കി PDPയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒക്കെ അവർ നടത്തിയ തന്ത്രം പാടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം തീർച്ചയായിട്ടും PV അൻവർ ഫാക്ടർ തന്നെയാണ്. അൻവറിൻ്റെ ബലം കൊണ്ട് മാത്രമാണ്, അല്ലാതെ പഴയ കുഞ്ഞാലിയുടെ കാലം തിരിച്ചുകൊണ്ട് വരുവാൻ ഒരു കാലത്തും CPMന് സാധ്യമല്ല എന്നുള്ളൊരു പാഠം കൂടിയാണ്. ആളുകളുടെ മനസ്സ് വല്ലാതെ അങ്ങ് മാറിയിരിക്കും. കമ്മ്യൂണിസം സോഷ്യലിസം കൊണ്ടുവരും, നമ്മളുടെ എല്ലാം നില ഭദ്രമാവും, ദരിദ്രരായിട്ടുള്ള ആൾക്കാർ പണക്കാരായിട്ട് മാറും, പണക്കാർ ദരിദ്രരായിട്ട് മാറും, അങ്ങനെ ഒരു വിതരണം നടക്കുമെന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആ ലിബറൽ ഉദാരവൽക്കരണ നയങ്ങൾ കൊണ്ട് മാത്രമാണ് പാവങ്ങളുടെ പട്ടിണി ഇല്ലാതായിട്ടുള്ളത്. ബംഗാളിലും മറ്റും ഭരിച്ച് സൃഷ്ടിച്ചത് ഒരു വലിയ ദരിദ്ര ജനകോടികളുടെ സൃഷ്ടിയാണ്. ആ ജനകോടികളുടെ ദാരിദ്ര്യത്തിൻ്റെ വിതരണമാണ് CPMന് നടത്താൻ കഴിയുക. അപ്പോൾ അതാണ് അവിടെ പ്രശ്നം. പിന്നെ ഉള്ള ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് തോക്കിൻ കുഴലിലൂടെയുള്ള വിപ്ലവം, അവരുടെ വിശ്വാസവും പ്രത്യയശാസ്ത്രവും അതുതന്നെയാണ്. അതിലൂടെ മാവോവാദികൾ നടത്തിയ ആ വിപ്ലവം എല്ലാം പരാജയപ്പെട്ടുകൊണ്ട് അവരിപ്പോൾ സമൂലം കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. 26 അടുത്ത വർഷത്തോടുകൂടി തന്നെ അതിൻ്റെ അവസാനത്തെ അധ്യായവും അവസാനിക്കുകയാണ്. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സോഷ്യൽ മിലിയൂവിൽ സാമൂഹിക ഘടനയിൽ ഇത്തരം വിപ്ലവങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ഒരു സ്ഥാനവുമില്ല. ജനാധിപത്യത്തിലൂടെ ഉദാരവൽക്കരണ നയങ്ങളിലൂടെ വിത്ത് ഹ്യൂമൻ ഫേസ്, ഉദാരവൽക്കരണം മനുഷ്യമുഖത്തോടുകൂടി നടപ്പാക്കുക, ട്രിക്കിളിംഗ് ഡൗൺ ഇഫക്റ്റ്, അതിലൂടെ മാത്രമേ മുന്നേറാൻ കഴിയൂ എന്നുള്ള പാഠം മനസ്സിലാക്കിയിരിക്കുകയാണ് ആൾക്കാർ. ഒരു പക്ഷേ അതിനെ വേണമെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ട് വലതുപക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. സാർ, ഈ നിലമ്പൂരിൽ LDF അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ പറയുന്നത് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു എന്നാണ്. അതായത് കോൺഗ്രസിന് ഏതാണ്ട് 790 വോട്ടുകൾ കഴിഞ്ഞ തവണ 2021 ലഭിച്ചതിനേക്കാൾ കുറവുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ കുറവ് അവർ മിണ്ടുന്നില്ല. 14,567 വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നത്. അതായത് CPMന് ഏതാണ്ട് 10% വോട്ടുകളുടെ വീഴ്ച ഉണ്ടായിരിക്കുന്നത് വലിയൊരു വീഴ്ചയാണ്. നമ്മൾ 46% ഉണ്ടായിരുന്നത് ഏതാണ്ട് 37%ത്തിലേക്ക് 46 ചില്ലറ ശതമാനത്തിൽ നിന്ന് 37 ചില്ലറ ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. PV അൻവർ അവിടെ മത്സരിച്ചിരുന്നപ്പോൾ ഇതുപോലെ ഒരു കേന്ദ്രീകരണം ഉണ്ടായിട്ടില്ല. മന്ത്രിമാരുടെയും അധികാര കേന്ദ്രങ്ങളുടെയും ഒരു കേന്ദ്രീകരണം ഉണ്ടായിട്ടില്ല. അതുപോലെ ഡീലിമിറ്റേഷനും എല്ലാം അധികാരത്തിൻ്റെ കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇൻകുംബൻസി, ഭരണക്കാർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യം. ഇപ്പം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിന് ചെയ്യാൻ പറ്റുമോ? BJPക്ക് ചെയ്യാൻ പറ്റുമോ? അത് അധികാരി തീർച്ചയായിട്ടും ഭരണം ആരുടെ കയ്യിലാണോ അവർക്ക് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്തു. ഡീലിമിറ്റേഷനിൽ നടത്താവുന്ന കള്ളത്തരങ്ങളെല്ലാം ചെയ്തു. അവിടെ മറ്റൊരു വലിയ വിഷയം ഉണ്ടായിരുന്നു. ഈ വന്യമൃഗശല്യം രൂക്ഷമായിരുന്നു വനമേഖലയിൽ, മലയോര മേഖലയിൽ.
അതും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? അത് കേരളത്തെ പൊതുവെ സ്വാധീനിക്കുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ പ്രാദേശിക വികസനം പോലും അല്ല ആ ഭാഗങ്ങളിലെ കൂടുതൽ മതവികാരങ്ങളാണ്. മതവികാരങ്ങൾ കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്തു CPM. അതിനെ കൗണ്ടർ ചെയ്തു, വളരെ ഫലപ്രദമായിട്ട് കൗണ്ടർ. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം അത് കേരളത്തിലെല്ലാം വീശി അടിക്കുന്ന ആ കാറ്റ് അവിടെയും ഏശാതിരിക്കില്ല. ഈ വികാരങ്ങളുടെ മറയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മതിലുണ്ടെന്ന് പറഞ്ഞ് കാറ്റടിക്കാതിരിക്കും അതിനകത്തേക്ക്. ഏതെങ്കിലും ഒരു സ്പേസ് വഴി അതിന് മുകളിൽ കൂടി അത് അടിക്കും. അങ്ങനെ പൊതുവെ കാറ്റ് ചാഞ്ഞു വീശുന്നുണ്ട്, വലത്തോട്ട് ചാഞ്ഞു വീശുന്നുണ്ട്. ആ കാറ്റ് അവിടെ ഏശിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. പക്ഷേ പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞത് ഇത് ജനകീയ വിചാരണയാണ് നടന്നതെന്നാണ് പറയുന്നത്. അത്രയൊന്നും അവകാശപ്പെടാനും വേണ്ടിയൊന്നുമില്ല. കോൺഗ്രസിൻ്റെ വോട്ടും കുറഞ്ഞിരിക്കുക, 790 കുറഞ്ഞിരിക്കുക, കൂടിയിട്ടൊന്നുമില്ല. അത്രയൊന്നും സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, സതീശൻ ഈ കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ അടുത്ത തവണ CPM തന്നെ, പിണറായി തന്നെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. ഈ VV അൻവറിനോടൊന്നും അങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ട. ഇയാൾ വലിയ വിശുദ്ധനായിട്ട് ചമയൊന്നും വേണ്ട. പിടിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ പാർട്ടിയുടെ വെൽഫെയർ. അവരെ മാമോദീസ മുക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർ വർഗീയ പാർട്ടി തന്നെയാണ്, ആഗോള വർഗീയ ഭീഷണി തന്നെയാണ്. ഇറാനിൽ നിലനിൽക്കുന്ന മതഭരണം പോലുള്ള ഭരണം എല്ലായിടത്തും ഭരണമെന്ന് ആഗ്രഹിക്കുന്ന, ലോകത്തിൻ്റെ മുഴുവൻ ശാന്തി തറക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സംശയമൊന്നുമില്ല, അതിനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ സമ്മതിക്കണം. ഞങ്ങളങ്ങ് പരിശുദ്ധ മതേതര ആത്മാക്കളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിശുദ്ധ പിതാക്കന്മാരാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളല്ല 100 വട്ടം. കേരളത്തിൽ ഏത് പാർട്ടിയാണുള്ളത്? CPM-ന് കൊണ്ട് വർഗീയ ജാതീയ പോലും അക്കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ആ വർഗീയ കാർഡും ജാതി കാർഡും ഒക്കെ തന്നെയാണ് നിങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു. VD സതീശൻ വളരെ പരിശുദ്ധനായിട്ട് പറഞ്ഞു, ഞാൻ സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ പോവുകയില്ലെന്ന്. തിണ്ണനിരങ്ങിയിട്ടുണ്ട്, സാക്ഷികളുണ്ട്, തെളിവുകളുണ്ട്. അതിനെ തിരങ്ങേണ്ടി വരും. അതാണ് കേരള രാഷ്ട്രീയം. അത് ഞാൻ കുറ്റം പറയുമല്ല, പ്രായോഗിക രാഷ്ട്രീയം അതാ, പ്രായോഗിക രാഷ്ട്രീയം. അപ്പോൾ ആ പ്രായോഗിക രാഷ്ട്രീയ കാർഡ് കളിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ഈ ആദർശത്തിൻ്റെ ഒരു കുസുമം ചൂടിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ, അടുത്ത തെരഞ്ഞെടുപ്പ് പിണറായി തന്നെ കൊണ്ടുവരും. കാരണം എന്താ, ഇത് ആദർശത്തിൻ്റെ കാർഡ് കൊണ്ടിരുന്നാൽ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ ശരിക്കും ഒരു ആദർശത്തോട് അടുത്തു പോകുന്നുണ്ടെങ്കിൽ BJP മാത്രമാണ്. വർഗീയ കാർഡുകൾ കാണിക്കാതെ പറയേണ്ടത് സത്യമായിട്ട് പറഞ്ഞുകൊണ്ട്. നിലമ്പൂരിൽ മറ്റാരും ചർച്ച ചെയ്യാതെ ശ്രദ്ധിക്കപ്പെടാതെ പോയ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് അവിടെ SDPI മത്സരിച്ചിരുന്നു. SDPIക്ക് കഴിഞ്ഞ തവണ, അതായത് 21-ൽ 3281 വോട്ട് കിട്ടിയെങ്കിൽ ഇക്കുറി അത് 2075 വോട്ടായിട്ട് കുറഞ്ഞു. ഏതാണ്ട് 1206 വോട്ടുകളുടെ കുറവ് SDPIക്കും സംഭവിച്ചിരിക്കുകയാണ്. ഈ വോട്ട് LDF-ന് പോയോ UDF-ന് പോയോ എന്ന് നമുക്കിപ്പോൾ നിർണ്ണയിക്കാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ അത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. അത് ഷേക്സ്പിയർ പറഞ്ഞ പോലെ മച്ച് കുഡ് ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ്. നമുക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ SDPIയുടെ തീവ്രഭാവം കൂടുകയും അതിൻ്റെ ജനപിന്തുണ കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ ശരീഅത്ത് വിചാരണ അതൊക്കെ വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് ഒരിക്കലും കേരളത്തിൽ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അനുദിനം ബോധ്യമായി വരിക. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്പേസിൽ എല്ലാ കാര്യങ്ങളും ആളുകൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. തുറന്നു പറച്ചിലിന് എപ്പോഴും എതിരായി നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഈ SDPI എന്ന് പറയുന്നത്. രഹസ്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്ന പാർട്ടി അതാണല്ലോ. ടെലിഗ്രാം വഴിയൊക്കെ സന്ദേശങ്ങൾ വഴി നിലനിൽക്കുന്ന പാർട്ടിയാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനൊരു സംഘടന ജനാധിപത്യത്തിൻ്റെ തുറന്ന മൈതാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് മങ്ങൽ സംഭവിക്കും. മനസ്സിലായി സാർ? അവിടെ ഈ ലീഗിൻ്റെ പിന്തുണ UDF-ന് കാര്യമായിട്ട്, കോൺഗ്രസിന് കാര്യമായിട്ട് സഹായിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. കോൺഗ്രസിനെ ഈ വിജയിക്കാൻ ലീഗിന്റെ പിന്തുണ കാര്യമായിട്ട് സഹായിച്ചു. സംശയം എന്താ? ലീഗാണ് അവിടെ ഏറ്റവും ഉഷാറായിട്ട് നിന്നത്. അവരുടെ ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു അത്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. വളരെ ശക്തമായിട്ട് ഈ ഭരണവിരുദ്ധ ലീഗിന്റെ കെയർ ഓഫിൽ, ലീഗിന്റെ തോളിലിരുന്നുകൊണ്ട് ജയിച്ച ജയമാണ് അവിടെ നമ്മൾ കണ്ടത്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. സാർ, അതുപോലെ തന്നെ ഈ കോൺഗ്രസിലെ ചെറുപ്പക്കാർ, PC വിഷ്ണുനാഥ് മുതൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുതൽ രാഹുൽ മാങ്കൂട്ടൻ വരെയുള്ള നേതാക്കൾ അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. സമയത്ത് തന്നെ പ്രിയങ്കയും അവിടെ എത്തി. ഇതെല്ലാം വാസ്തവത്തിൽ UDF-ന്റെ വിജയത്തെ, ആ വിജയത്തിന് അടിത്തറ പാകി എന്ന് പറഞ്ഞാൽ തെറ്റും. സർവോപരി മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അവർ പ്രവർത്തിച്ചു. എണ്ണ ഇട്ട യന്ത്രം പോലെ അവിടെ CPM കേഡറുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെ ഉഷാർ. അതുകൊണ്ടാണ് CPM-നെ മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. അതിൻ്റെ ബലത്തിലാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചതും ആ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഉഷാറായിട്ട് അവർ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിൻ്റെ കെയർ ഓഫിലും ലേബലിലും മാത്രമാണ് കോൺഗ്രസ് ജയിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് വലിയ അവകാശവാദം കാണിക്കുകയോ മസിൽ പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ജയിച്ചു പോരുന്നത് അതുകൊണ്ട് മാത്രമാണ്. മറ്റുള്ളിടങ്ങളിലും ഇതുപോലെ ആയിരിക്കുമെന്നൊരു സങ്കല്പം
അവരുടെ പരാജയത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. അതുകൊണ്ട് പി വി അൻവറെങ്കിൽ പി വി അൻവറിനെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അയാളുടെ വാക്കുകൾക്ക് ഒക്കെ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് മാത്രമേ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റൂ, വിജയസോപാനത്തിലേക്ക് കടന്നു കയറും. അല്ലെങ്കിൽ ഈ പറയുന്ന മരുമോനിസം, നിങ്ങൾ എന്തിനെതിരെ ഫൈറ്റ് ചെയ്തു, ആ മരുമോനിസം തന്നെ കേരളത്തിൽ കൊടികുത്തി വാഴും. അതിന് കീഴിൽ നമുക്ക് ദുരന്തങ്ങൾ എന്നും പ്രതിപക്ഷം ഇരിക്കുകയും ചെയ്യും. അല്ല, നമ്മളും കൂടി അനുഭവിക്കാൻ പോവാണ്, കോൺഗ്രസ് മാത്രമല്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.